മഹാനായ ഗുനൈമുൽ കാശിഫ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? മഹാനായ ഗുനൈമുൽ കാശിഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനവറുകൾ ഒരു സ്വപ്നം കാണുകയാണ്. ഏതാണ് ആ സ്വപ്നം? കാന്നഹു വാഖിഫുൻ അലാ ഖബ്രി ശൈഖി അബുൽ ഖൈർ. മഹാനായ ഗുനൈമുൽ കാശിഫ് റളിയല്ലാഹു അൻഹു അബുൽ ഖൈർ അശ്ശൈഖ് അബുൽ ഖൈർ എന്നവരുടെ ഖബറിന്റെ ചാരത്തിങ്ങനെ നിൽക്കുന്നതായൊരു സ്വപ്നമാണ്. മഹാനവറുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ അബുൽ ഖൈർ എന്നവരുടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് വിജനമായൊരു മരുഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ മരുഭൂമിയിൽ നിറയെ ജനങ്ങളിങ്ങനെ സമൃദ്ധമായി നിൽക്കുന്നുണ്ട്. എല്ലാവരും വെളുത്ത വസ്ത്രധാരികളാണ്. ആ കൂട്ടത്തിൽ വഫീഹിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. മഹാനായ ഗുനൈമുൽ കാശിഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഹബീബായ തങ്ങളെ കണ്ടപ്പോൾ ഫഖബ്ബൽതു യദഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ച് ഞാനങ്ങ് മുത്തം നൽകി. മഹാനായ അബുൽ ഖൈർ തങ്ങളുടെ ഖബറിന്റെ ചാരത്താണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഹബീബായ തങ്ങൾ അങ്ങോട്ട് വന്നതാണ്. അബുൽ ഖൈർ തങ്ങളെ ഖബറിന്റെ ചാരത്തേക്ക് എത്തിയതാണ്. ഞാൻ ഹബീബായ തങ്ങളെ കൈപിടിച്ച് ചുംബിച്ചപ്പോ മുത്തുനബി എന്നോട് ചോദിക്കുകയാണ്, യാ ഗുനൈമുൽ കാശിഫ് ലിമ ലാ തബ്നി ഹാദൽ മസ്ജിദ്. ഓ ഗുനൈമുൽ കാശിഫ്, എന്തേ അബുൽ ഖൈറിന്റെ ഖബറിന്റെ ചാരത്ത് ഒരു പള്ളി നിർമ്മിക്കാത്തതെന്തേ? ഈ ഖബറിന്റെ സമീപത്ത് പലരും സിയാറത്തിന് വരാറില്ലേ? ഇവിടെ ഒരു ഖബർ നിർമ്മിക്കാത്ത ഇവിടെ ഒരു പള്ളി നിർമ്മിക്കാത്തതെന്തേ? എന്നോടത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നബിയേ, എൻ്റെ കയ്യിൽ അതിന് സൗകര്യങ്ങളില്ല നബിയേ, അതിനാവശ്യമായത് എൻ്റെ കയ്യിലില്ല നബിയേ. അപ്പൊ പറയുകയാണ്, ഓ ഗുനൈം കുല്ലിൽ മുസ്ലിമീന യബ്നൂനഹു, മറ്റ് മുസ്ലിമീങ്ങളോട് പറയൂ ഗുനൈമുൽ കാശിഫ്, അവര് നിർമ്മിക്കുമല്ലോ. നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ വേറെ നിർമ്മിക്കാൻ സന്നദ്ധരായ ആളുകളുണ്ടല്ലോ, അവരോട് പറയൂ ഗുനൈം. ഇത് പറഞ്ഞപ്പോ എനിക്കാകെ പ്രയാസമായി. കാരണം ഞാനെന്നും സിയാറത്ത് ചെയ്യുന്ന ഖബറാണ് ശൈഖ് അബുൽ ഖൈർ തങ്ങളുടെ ഖബർ. ഞാൻ എല്ലാ ദിവസവും അവിടെ പോകാറുണ്ട്. ഹബീബായ തങ്ങൾ എൻ്റെ മനാമിൽ വന്നിട്ട് പറയുകയാണ്. ആ മനാമിൽ ഞാൻ ഹബീബായ തങ്ങളോട് സംസാരിക്കുകയാണ്. പിന്നെ ഹബീബായ തങ്ങൾ അവിടുന്ന് തൊട്ടടുത്ത ഖബറിന്റെ ചാരത്തേക്ക് പോവുകയാണ്. അതാരുടെ ഖബറാണ്? ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് ഫവഖഫ അലാ ശഫീരിൽ ഖബരി, ഖബറിന്റെ ചാരത്ത് നിൽക്കുന്നു.
ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഒരു സലാമാണ്. അസ്സലാമു അലൈക യാ ദന്നൂൻ. ഓ ഖബറിൽ കഴിയുന്ന ദന്നൂനുൽ മിസ്രി, അസ്സലാമു അലൈക്കും. ഖബറിന്റെ ചാരത്തേക്ക് കണ്ടില്ലേ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയല്ലേ? ആ ഖബറിന്റെ ഓരത്ത് വന്നിട്ട് സലാം ചൊല്ലിയപ്പോ ഗുനൈമുൽ കാശിഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൈദം ബിൽ ഖബരി ശുഖാ. ആ ഖബറങ്ങ് കീറുകയാണ്. വഖാമ മിൻഹു റജുലുൻ. ആ ഖബറിൽ നിന്ന് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ഹബീബായ തങ്ങളോട് സലാം മടക്കുന്നു. വഅലൈക്കസ്സലാം യാ റസൂലല്ലാഹ്. ഓ ഹബീബായ നബിയേ, വഅലൈക്കസ്സലാം. കണ്ടില്ലേ, ഖബറിന്റെ ചാരത്ത് ആശ്വസിപ്പിക്കാൻ ഉമ്മമാരെ മുത്തുനബി വരണമെന്ന് ആഗ്രഹമില്ലേ? കൂട്ടുകാരെ, ഖബറിൽ കിടക്കുമ്പോൾ ഹബീബായ തങ്ങൾ വരണമെന്ന് കൊതിക്കുന്നില്ലേ? ആ കിടത്തത്തിന്റെ ആനന്ദം എത്രയായിരിക്കും! ഖബറിൽ കിടക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ കാഴ്ച കിട്ടിയാൽ, ഖബറിൽ കഴിയുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗരഭ്യം കിട്ടിയാൽ, ആ ഖബറിൽ പിന്നെ എന്തൊരാനന്ദമായിരിക്കും! സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് മഹാനവറുകളെ ഖബറിൽ വെച്ചപ്പോൾ ദിവസങ്ങളോളം ഖബറിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം വന്നില്ലേ? അത് റസൂലുള്ളാഹിന്റെ സാന്നിധ്യമല്ലേ? ആളുകൾ വന്നിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഖബറിൽ നിന്ന് മണ്ണ് വാരാൻ തുടങ്ങിയില്ലേ? ഖബർ പൊളിയുന്നിടത്തെത്തിയപ്പോ ഗവൺമെന്റ് തീരുമാനം വന്നില്ലേ? ഇനി ഖബറിന്റെ ചാരത്തേക്ക് ആരും വരല്ലേ? അത് കോമ്പൗണ്ട് വാള് കെട്ടിയിട്ട് ഖബറിന് സംരക്ഷണം കൊടുത്തില്ലേ? മഹാനായ ഗുനൈമുൽ കാശിഫ് റളിയല്ലാഹു അൻഹു കാണുകയാണ് ഈ സ്വപ്നം. ദുന്നൂനുൽ മിസ്രി സലാം പറഞ്ഞു, സലാം മടക്കി. അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു നേരെ ശൈഖ് അബുൽ ഖൈർ തങ്ങളുടെ ഖബറിന്റെ ചാരത്തേക്ക് തന്നെ വന്നിട്ട് എന്നോട് പറയാണ്, ഓ ഗുനൈമുൽ കാശിഫേ, നിങ്ങൾ ഈ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ച് ഈ അബുൽ ഖൈർ ഖബർ എന്നവരുടെ ഖബറിന്റെ ചാരത്ത് വന്ന് നിങ്ങൾ വയസ്അലുല്ലാഹ ഹാജതഹു ഇല്ലാ അഅതാഹുല്ലാഹു ഇയ്യാഹാ. മഹാനായ അബുൽ ഖൈർ തങ്ങളെ ഖബറിന്റെ ചാരത്ത് വന്ന് നിങ്ങളൊന്ന് ദുആ ചെയ്താൽ തീർച്ചയാണ് ആ ദുആക്ക് വലിയ ഇജാബത്താണ്. ആ ദുആക്ക് അല്ലാഹുവിൽ നിന്ന്
പ്രതിഫലം കിട്ടുന്നതാണ്. മഹാന്മാരുടെ ഖബറുകളുടെ ചാരത്ത് വന്ന് ദുആ ചെയ്താൽ മഹാനായ ശൈഖുനാ ഖുതുബുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് എത്ര ആളുകളാണ് ദുആ ചെയ്യുന്നത്. വിദൂര ദിക്കിൽ നിന്ന് വരികയല്ലേ. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇവിടുത്തെ മഖാമിൽ നിന്ന് ശൈഖുനയുടെ ചാരത്ത് വെച്ച് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ കാവന്നൂരിലുള്ള ആളാണ്. ഒരു പക്ഷേ എന്നെ ഈ ഓൺലൈനിലൂടെ അദ്ദേഹം കാണുന്നുണ്ടാകാം. എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നേരെ ശൈഖുനയുടെ ചാരത്ത് വന്നിട്ടല്ലാതെ വേറെ ഏർപ്പാടുകളില്ല. ഇതാഴ്ചയിൽ ഒരു ദിവസത്തെ ഏർപ്പാടല്ല, മാസത്തിൽ ഒരു ദിവസം ചെയ്യുന്നതല്ല. എല്ലാ ദിവസവും ഇവിടെ വരികയാണ്. എല്ലാ ദിവസവും ഇവിടെ ശൈഖുനയുടെ ഖബറിന്റെ ചാരത്ത് വരികയാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, സങ്കടമുണ്ടോ, പ്രയാസമുണ്ടോ, കടക്കാരുണ്ടോ, മക്കളില്ലാത്തവരുണ്ടോ, ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ടോ, വീടില്ലാത്തവരുണ്ടോ, ജോലിയില്ലാത്തവരുണ്ടോ, വേറെ ആവശ്യങ്ങളുള്ളവരുണ്ടോ, വരാം, ശൈഖുനയുടെ ചാരത്തേക്ക് വരാം. ഉമ്മമാരെ, മതച്ചിട്ടയോടുകൂടെ ഔറത്ത് മറച്ചല്ലാതെ നിങ്ങൾ മടവൂരിലേക്ക് വരേണ്ടതില്ല. നിങ്ങൾ മമ്പുറത്തേക്ക് പോകേണ്ടതില്ല. നിങ്ങൾ വെളിയങ്കോട്ടേക്ക് പോകേണ്ടതില്ല. ഔറത്ത് മറക്കാതെ പോകാൻ പാടില്ല. എന്നാൽ ഇസ്ലാമിക ചിട്ടയോടുകൂടെ ഔറത്ത് പൂർണ്ണമായി മറച്ച് നിങ്ങൾക്ക് വരാം. ശൈഖുനയുടെ ഓരത്ത് വരാം. അവിടുത്തെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യാം. അവിടുത്തോട് ഇസ്തിഗാസ നടത്താം. ഇത് മതത്തിൽ ആധാരമുള്ളതാണ്.